പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. पूर्ण रूप से मैं विश्वास करता हूं कि खुदा हमारे लिए बड़ा कार्य എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? कितना लोग विश्वास करते हैं? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുത്തനെ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വ്യത്യാസമായിരിക്കും. पवित्र आत्मा अगर किसी को बदलना चाहता है तो वो बड़ा ही सामर्थ्य रूप से बदलेगा. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗങ്ങൾ ഓരോ ദൈവ പൈതലിന്റെ ജീവിതത്തിലും വെളിപ്പെടുമ്പോൾ परमेश्वर की नियुक्ति एक एक प्रभु के जनों पर प्रकट होता है तो ശക്തമായിട്ടുള്ള ദൈവപ്രവൃത്തി നടക്കും. बड़े बल से परमेश्वर का कार्य होता ഞാൻ है. ഇന്ന് ദൈവമക്കളോട് പറയാം, ബുദ്ധി കൊണ്ട് നമ്മൾ പലതും കണക്ക് കൂട്ടരുത്. मैं आज कहना चाहूंगा, बुद्धि से कुछ बातों की गणना ना നമ്മളെ करें. തന്നെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടമുള്ളത് നമ്മളിലൂടെ വെളിപ്പെട്ടു വരും. अपने आप को पवित्र आत्मा के अधीन करेंगे तो प्रभु अपना कार्य करेगा. വിശുദ്ധ ബൈബിൾ നമ്മൾ ഉടനീളം പഠിക്കുമ്പോഴും അത് തന്നെയാണ് കാണാൻ പറ്റുക. पवित्र वचन को भी जब हम पढ़ते हैं तो उसमें भी यही लिखा गया है. എത്രത്തോളം ദൈവമക്കൾ ദൈവസന്നിധിയിൽ താല്പര്യത്തോടെ മനസ്സിനെ ദൈവകരങ്ങളിൽ അർപ്പിക്കപ്പെടുമോ जितना ज्यादा अपने आप को तात्पर्य के साथ प्रभु के आत्मा के सानिध्य में देंगे, അത്രത്തോളം നിറയാനിടയാ. उतना ही हम भर पाएंगे. ആത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ, आत्मा की भरपूरी जब हम में होता है, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ आत्मा का भरपूरी हमें प्रकट होगा, നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തായിരിക്കും. तब हमारे से जो पवित्र आत्मा करेगा हमारी बुद्धि से परे होगा वो. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദൈവമക്കൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. सबसे बड़ी बात ये है कि लोग जो है अपने आप को पवित्र आत्मा के अधीन करके दें. പരിശുദ്ധാത്മാവിന് ഇന്ന അളവൊന്നുമില്ല. पवित्र आत्मा का नाप नहीं होता कुछ. സമർപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾക്ക് അളവ് കൂടാതെ പകർന്നു കൊടുക്കുന്ന പരിശുദ്ധാത്മാവെന്നാണ്. पवित्र आत्मा के अधीन है तो पवित्र आत्मा नापे बगैर आप पर उंडेलता है. നമ്മൾ എത്രത്തോളം മനസ്സോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമോ അത്രത്തോളമാണ് നമ്മൾ പ്രാപിക്കുന്നത്. जितना पवित्र आत्मा के अधीन मन से बैठते पवित्र आत्मा में उतना ही भरता है. അതുകൊണ്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആ ദൈവ സാന്നിധ്യ ബോധത്തോടു കൂടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. इसलिए आप लोग सभी लोग पवित्र आत्मा के सानिध्य में होकर बैठना. ഇന്ന് കർത്താവിന്റെ മനസ്സിൽ തന്ന ചിന്ത എന്ന് പറയുന്നത് पवित्र आत्मा ने आज मेरे हृदय में दिया वचन നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. जानने वाला एक वचन है. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായമാണ്. प्रेरितों 3रा अध्याय. 3-ാം അധ്യായത്തിനകത്തെ സംഭവങ്ങൾ നമുക്ക് കാണാപ്പാഠമാണ്. 3रा अध्याय की सारी बातों को हम हृदय से जानते हैं. ഒരു മുടന്തനായ മനുഷ്യനെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തങ്കൽ കൊണ്ടിരുത്തുന്നു. वहां पे देखते हैं लंगड़े भिखारी को सुंदर देवालय के सामने ले जाकर बिठा देते हैं. അവനെ ഇരുത്തുന്നത് ഭിക്ഷയ്ക്ക് വേണ്ടിയാണ്. उसको बिठाया जाता है भीख मांगने. സ്വന്തമായി നടന്നോ അല്ല ഇവൻ വരുന്നത്. पर ये अपनी मर्जी से या चलकर वहां आकर नहीं बैठता. ആരുടെയൊക്കെയോ സഹായത്താൽ ഇവൻ ഇപ്പോൾ ആലയത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. किसी की मदद के द्वारा उस प्रार्थनालय के सामने बैठता. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, पर आज जो है पवित्र आत्मा हमसे कहता है ആരുടെയൊക്കെയോ സഹായത്താൽ കൊണ്ടിരുത്തപ്പെടുന്ന ചില മേഖലകളിൽ ऐसे जो क्षेत्र है जिसकी मदद के द्वारा ഈ हम ഉപവാസ यहाँ पे बैठते हो, പ്രാർത്ഥനയ്ക്കകത്ത് പകരപ്പെടുന്ന അഭിഷേകത്താൽ ये उपवास प्रार्थना में उंडेले छने अभिषेक के द्वारा നടക്കത്തില്ലെന്ന് പറയുന്ന ചില വിഷയത്തെ നടത്താൻ ദൈവത്തിന് ശക്തിയുണ്ട്. हम चल नहीं सकते ऐसे विषयों पर खुदा उसे चलाएगा. അതുകൊണ്ട് ഇന്ന് ദൈവമക്കൾ ആത്മാർത്ഥമായി ഈ ഭാഗത്തെ ഒന്ന് മനസ്സിലാക്കണം. इसलिए आप सच्चाई से इस वचन की ओर समझने की कोशिश ഈ करें. പുതിയ അധികാരത്തോട് എഴുന്നേൽക്കണം. आज हम जो उठना है बड़े अधिकार के साथ में है. ഇന്ന് ബലത്തോടെ തന്നെ ദൈവമക്കൾ എഴുന്നേൽക്കാൻ ഇടയാകണം. आज हम बड़े सामर्थ के साथ में आज उठना है. എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കൾ പരിശുദ്ധാത്മാവ് തൊട്ടവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. तो पवित्र आत्मा के सानिध्य में आते अगर उसने छुआ है आपको तो आप निराश नहीं रहे. പരിശുദ്ധാത്മാവ് തൊട്ടവൻ ബലത്തോടെ പോയിട്ടുള്ളൂ. अगर पवित्र आत्मा आपको छूता है तो आप सामर्थ ധൈര്യത്തോടെ പോയിട്ടുള്ളൂ. धैर्य के साथ जाएंगे. ശക്തിയോടെ പുറപ്പെട്ടിട്ടുണ്ട്. सामर्थ के साथ जाएंगे. അധികാരത്തോടെ പുറപ്പെട്ടിട്ടുണ്ട്. अधिकार के साथ जाएंगे. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ पवित्र आत्मा परमेश्वर का अगर किसी ने അവന്റെ മേൽ പകരപ്പെട്ട ഈ അഭിഷേകത്താൽ അവൻ ആളും മാറിയവനായി അവൻ ചലിച്ചിട്ടുണ്ട്. അതാണ് ബൈബിൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. आत्मा के अभिषेक के द्वारा वो चला है, वो पवित्र आत्मा का वचन कहता है. അതിന്ന് ചില കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, आज कुछ परिवारों में ऐसी बातें ചില होने दे. വ്യക്തികളിൽ സംഭവിക്കട്ടെ. അത് कुछ व्यक्तियों में ये होने दे. നമ്മൾ ഉടനീളം പഠിച്ചു നോക്കിയാൽ हमने अगर वचनों को पढ़कर देखा, പരിശുദ്ധാത്മാവ് ആരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ, पवित्र आत्मा ने किस किस को छुआ है, ആരുടെ മേലൊക്കെ ആത്മസാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ടോ, आत्मा की परिपूर्णता किस में आई है, അവരെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി वे അനുഭവിച്ചിട്ടുണ്ട്. सब प्रभु के कार्य को चखा है. അവരാള് മാറിയിട്ടുണ്ട്. व्यक्ति അവരുടെ बदल വാക്കുകൾക്ക് വ്യത്യാസം വരും. शब्दों में बदलाव അവരുടെ है. കാഴ്ചകൾക്ക് വ്യത്യാസം വരും. उनके दृष्टिकोण में അവരുടെ बदलाव നടപ്പിന് है. വ്യത്യാസം उनके വരും. चलने में बदलाव. ഓരോ മേഖലകൾക്കും പരിശുദ്ധാത്മാവ് വ്യത്യസ്തത കൊടുക്കും. एक एक क्षेत्र में पवित्र
पवित्र आत्मा उनमें बदलाव लाता है। അതുകൊണ്ട് ഇന്ന് പകൽ ദൈവമക്കളും ചിന്തിക്കണം, इसलिए आप लोग समझना है, പരിശുദ്ധാത്മാവ് തൊടാൻ ഏൽപ്പിച്ചു കൊടുക്കണം. इसलिए खुदा हमें छुए करके सौंपना है। ഇവിടെ ഈ മനുഷ്യൻ यहाँ पे ये मनुष्य, ഈ ശിഷ്യന്മാർ കടന്നു വരുന്നത് കണ്ടിട്ട് അവരെ നോക്കി. ये शिष्य लोग आते हैं करके उनको देखता है। അവന്റെ നോട്ടത്തിന്റെ ഒറ്റ ആഗ്രഹം उसका देखने का एक ही आशय था, എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളതായിരുന്നു. शायद कुछ मिलेगा करके, എന്തെങ്കിലും കിട്ടുമായിരിക്കും, शायद कुछ मिलेगा। എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവൻ നോക്കിയത്. उसने जो भी उनके ऊपर दृष्टि किया, शायद कुछ मिलेगा करके। കിട്ടുമെന്നുള്ള പ്രതീക്ഷ അല്പം നാണയമായിരിക്കാം, हो सकता है उसकी उम्मीद शायद कुछ सिक्कों का हो, അല്പം പണമായിരിക്കാം. शायद कुछ धन അത് हो। മാത്രമാണ് അവന്റെ പ്രതീക്ഷ. उसका उम्मीद यही था, അവൻ ആഗ്രഹിച്ചത് തന്നെയാണ്. उसने इच्छा भी यही किया था। എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കി. कुछ प्राप्त होगा करके पतरस और यूहन्ना की ओर देखता है। പക്ഷേ അവൻ നോക്കിയതുപോലെ യാതൊരു തരത്തിലുള്ള ഒരു അനുഭവം ഇവനുണ്ടായില്ല. पर जैसा उसने देखा वैसा अनुभव उस लंगड़े भिखारी के जीवन में പത്രോസ് नहीं। യോഹന്നാനും പറഞ്ഞത് വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല, पतरस और यूहन्ना कहते हैं सोना और चांदी तो नहीं നീ है, പ്രതീക്ഷിക്കുന്ന നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞങ്ങളിൽ ഇല്ല. तूने जो चाहा वो एक चीज हमारे पास। ഈ ആലയത്തിനകത്തേക്ക് ചെന്ന പത്രോസ് ये യോഹന്നാനും मंदिर में पहुंचे पतरस और यूहन्ना, ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന ഒരു കവാടമാണ് ഇവൻ ഇരിക്കുന്ന കവാടം. मंदिर में प्रवेश करने से पहले जो दरवाजा था उस पर बैठा था। ആലയത്തിൽ വരുന്നവർ ഭിക്ഷ കൊടുക്കാറുണ്ട്. आले में आने वाले लोग भीख देते थे, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവൻ ആ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത്. शायद इसीलिए उस व्यक्ति ने वो फाटक का जगह चुना। ഇവന് സത്യത്തിൽ എന്തൊക്കെ പ്രതീക്ഷകൾ ഒരുപക്ഷെ കാണുമായിരിക്കും. शायद हो सकता है बहुत सारी उम्मीदें इस व्यक्ति को हो। ഞാൻ ആ ഭാഗം വായിച്ചപ്പോഴും ചിന്തിച്ചപ്പോഴും जब मैंने इन वचनों को भाग को मनन എന്റെ किया, മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു ചിന്ത, मेरे हृदय में आया वो विचार क्या ഒരുപക്ഷെ था? ഈ ആലയത്തിനകത്ത് മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദങ്ങൾ इस मंदिर में सुनने वाले आवाजें കേട്ടിട്ടുണ്ടാകാം. शायद ये सुना होगा, കാരണം ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു ദേവാലയമാണ്, क्योंकि हजारों लोग आने वाला एक मंदिर था वो, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിങ്ങി വരുന്ന ഒരാലയം. भारी भीड़ आने वाला एक जगह ആ होगा। ആലയത്തിനകത്ത് ശബ്ദത്തോടു കൂടെ ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവിക്കപ്പെടുന്നു. शायद वहाँ मंदिर में आवाज के साथ प्रभु का वचन की भी घोषणाएं होती हैं। രാവിലെയും വൈകിട്ടും ഓരോ സമയങ്ങളും പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. सुबह और शाम लोग वहाँ प्रार्थना करने आते होंगे। പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ निर्गमन की पुस्तक और लेविया पुस्तक जब हम ഇസ്രായേൽ पढ़ते हैं, മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളിൽ ഒന്നും കൂടെയായിരുന്നു രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകൾ. इस्राएली लोगों को दिया हुआ व्यवस्था था सुबह और शाम की प्रार्थना। അതുകൊണ്ട് തന്നെ നിരന്തരമായി പ്രാർത്ഥന നടക്കുന്ന ദേവാലയങ്ങൾ. निरंतर होने वाली एक मंदिर थी वो। അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ആലയത്തിലെ നിലവിളക്ക് കെട്ടുപോകാൻ പാടില്ല, इसलिए परमेश्वर ने कहा था कि वहाँ दीवट कभी അത് बुझना नहीं, നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. वो लगातार जलते रहना। ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, നമ്മുടെ മേൽ ഈ ഒരു കത്തൽ അനുഭവിക്കാനിടയാകണം. हमारे अंदर भी वो आग जलते ഇപ്പൊ നോക്ക്, ആ रहना है। ഭാഗത്തേക്ക് തന്നെ നമുക്കൊന്ന് മടങ്ങി വന്ന് ചില ദൂത് പരിശുദ്ധാത്മാവിന്റെ അകത്ത് വന്ന് നമ്മൾ ഒന്നിച്ച് ഷെയർ ചെയ്യാൻ हम उन പോകും. वचनों को पढ़कर कुछ वाणियां देकर आगे बढ़ेंगे। അപ്പോൾ ഈ ഒരു അവസ്ഥ പഴയ നിയമത്തിനകത്തുണ്ട്. രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകൾ നടന്നിരിക്കണം. ये एक व्यवस्था बाइबल में सुबह और शाम की प्रार्थना का। ആലയം അടയ്ക്കപ്പെടാൻ പാടില്ല, आलय मंदिर कभी बंद नहीं ആലയം होना, തുറന്നു കിടക്കണം, आलय खुला रहना है, ദൈവപ്രവൃത്തി വെളിപ്പെടണം, प्रभु का कार्य प्रकट होना, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. हमेशा वहाँ जलते ഞാൻ रहना ഇന്ന് है। പകൽ അവിടെ നിന്നൊരു ആത്മീക ദൂതും കൂടെ ഞാൻ मैं वहाँ ദൈവമക്കളോട് से आपको പറയാം. एक वाणी देना चाहता हूँ। ഇന്ന് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് आज प्रभु का मंदिर बोले, നിങ്ങളുടെയും ഹൃദയമാണ് मेरा ദൈവത്തിന്റെ और ആലയം. आपका हृदय परमेश्वर വചനം का നമ്മളെ मंदिर। ഇങ്ങനെ പഠിപ്പിക്കുന്നു, वचन हमें सिखाता നിങ്ങൾ है, എന്റെ മന്ദിരമെന്നും तुम मेरे मंदिर हो, ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എന്നും मैं तुम में वास करता हूँ, നിങ്ങൾ അറിയുന്നില്ലയോ? तुम जानते नहीं हो എന്റെ क्या? ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. मेरे आलय को नष्ट करने वाले को मैं नष्ट എന്റെ ആലയം करूंगा। പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. मेरा आलय जो है प्रार्थना का ഇന്ന് आलय ദൈവത്തിന്റെ कहलाएगा। ആലയം എന്ന് പറയുന്നത് आज परमेश्वर का मंदिर ഈ बोले तो കെട്ടിയടച്ച ഈ ഒരു ബിൽഡിംഗ് അല്ല, एक बिल्डिंग नहीं है, മറിച്ച് നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന്റെ ആലയം. बल्कि हमारा हृदय है परमेश्वर का मंदिर। ദൈവത്തിന്റെ ആലയം നമ്മുടെ ഹൃദയമാണ്. परमेश्वर का मंदिर हमारा ദൈവം हृदय है। വസിക്കുന്നതും ബിൽഡിങ്ങിലല്ല, നമ്മുടെ ഉള്ളിലാണ്. प्रभु वास करता है बिल्डिंगों में नहीं, हमारे हृदय में है। എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനല്ലായിരുന്നു. पर पुराने नियम ऐसा नहीं ദൈവത്തിന്റെ था। പെട്ടകം എവിടെ ഇരിക്കുമോ परमेश्वर का जो संदूक जहाँ था, അവിടെയാണ് ദൈവവും വാസം ചെയ്തത്. वहाँ परमेश्वर की उपस्थिति थी। അതുകൊണ്ടാണ് ആലയത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. इसलिए मंदिर को 3 भागों में बांट വിശ്വാസ दिया। സമൂഹം നിൽക്കുന്നത് പ്രാകാരമാണ്. विश्वासी समूह जहाँ खड़ा रहता है वो आंगन है। രണ്ടാമത് നിൽക്കുന്നത് ഇത് വിശുദ്ധ സ്ഥലമാണ്. दूसरा यहाँ जो खड़े पवित्र स्थल ഇത് है, പുരോഹിതൻ നിന്ന് ശുശ്രൂഷിക്കേണ്ട സ്ഥലമാണ്. यहाँ
पुरोहित खड़े होकर അടുത്ത सेवकाई ഒരു करते हैं। സ്ഥലമുണ്ട്, അത് അതിപരിശുദ്ധ സ്ഥലമാണ്. और तीसरा जो स्थान है अति पवित्र स्थल है। ഈ അതിപരിശുദ്ധ സ്ഥലത്തിന്റെ പ്രത്യേകത, इस अति पवित्र स्थल का खासियत क्या है? ഇവിടെയാണ് മന്ന ഇട്ട് വെച്ച പാത്രവും यहाँ है मन्ना रखा हुआ ദൈവത്തിന്റെ बर्तन, നിയമ പലകയും परमेश्वर की आज्ञा അഹരോന്റെ का, തളർത്ത വടിയും वहाँ पे हारून യഹോവയുടെ പെട്ടകവും വാസം ചെയ്യുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. यहोवा का संदूक रखा अति पवित्र स्थल में। അതുകൊണ്ട് തന്നെ അവിടേക്ക് കയറണമെങ്കിൽ ആണ്ടിൽ ഒരിക്കൽ പുരോഹിതൻ തന്റെയും തന്റെ വിശ്വാസ സമൂഹത്തിന്റെയും പാപത്തിന്റെ പരിഹാരമായി ഒരിക്കൽ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. साल में एक बार ही पुरोहित जो है विश्वासी समूह और अपने पापों को लेकर उसमें प्रवेश कर पाता था। സാധാരണപ്പെട്ട ഒരു വിശ്വാസിക്കോ ഒരു പുരോഹിതനോ അതിനകത്തേക്ക് കയറാൻ പറ്റുകയില്ല. साधारण विश्वासी या कोई साधारण पुरोहित को उसे प्रवेश नहीं मिलता ആണ്ടിൽ था। ഒരിക്കൽ ഒരു പുരോഹിതനകത്ത് കയറിയാൽ साल में एक बार कोई पुरोहित प्रवेश करते പിന്നെ ആർക്കും അതിനകത്ത് പ്രവേശനമില്ല. फिर उसमें कोई प्रवेश नहीं कर पाता। അതുകൊണ്ട് തന്നെ നിയമം ദൈവം കൊടുത്തു. जब नियम परमेश्वर ने दिया, ഏതെങ്കിലും കാരണവശാൽ अगर कोई कारण മഹാപുരോഹിതൻ ആ പരിശുദ്ധ സ്ഥലത്ത് കയറുമ്പോൾ अगर महापुरोहित उस पवित्र स्थल में जाता है, എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടു പോയാൽ अगर किसी कारणवश उसकी मृत्यु हो जाए, പിന്നെ അടുത്ത ആണ്ടിൽ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ മറ്റൊരാൾക്ക്. अगले साल ही दूसरा एक पुरोहित उसमें प्रवेश कर सकता അതുകൊണ്ട് है। തന്നെ പ്രമാണം കൊടുത്തത്, इसलिए व्यवस्था दिया ആണ്ടിൽ गया, ഒരിക്കൽ കയറുന്ന മഹാപുരോഹിതന്റെ കാലിൽ ഒരു ചങ്ങലയിട്ടിരിക്കണം. वहाँ पे ऐसा लिखा महापुरोहित के पाँव में एक जंजीरों को बांध ആ देना। ചങ്ങല എവിടെ വരെ കിടക്കണമെന്നറിയാമോ? പ്രാകാരത്തിൽ വരെ നീണ്ടു കിടക്കണം. और वो जंजीर जो है आंगन तक रहना है, ഇടയ്ക്കിടയ്ക്ക് ചങ്ങല അനക്കിക്കൊണ്ടിരിക്കണം. और बीच बीच में जंजीर को हिलाते रहना। എന്തിനെന്നാൽ പുരോഹിതന് യാതൊരു കുഴപ്പമില്ലെന്ന് തെളിയിക്കപ്പെടണം. और ये प्रकट होने के लिए कि महापुरोहित को कुछ नहीं हुआ ഇനി है। അതിന്റെ അനക്കം നിന്നുപോയാൽ अगर वो खामोश हो जाए, സ്വാഭാവികമായിട്ടും പുരോഹിതൻ എന്തോ സംഭവിച്ചു എന്ന് ജനം മനസ്സിലാക്കുക. और लोग समझना है कि उस पुरोहित को शायद कुछ हुआ होगा, എന്നിട്ട് ആ പുരോഹിതനെ ഈ ചങ്ങലയാൽ വലിച്ച് പുറത്തെടുക്കണം. और इस महापुरोहित को जंजीर के द्वारा बाहर खींच के ഓർത്തു निकालते। നോക്കുക, അത്രയ്ക്ക് അതിപരിശുദ്ധമായ സ്ഥലമാണ് ദൈവത്തിന്റെ പെട്ടകമുള്ള സ്ഥലം. परमेश्वर का जो संदूक रखा हुआ इतना अति पवित्र स्थल है, അതിനോട് ബന്ധപ്പെട്ടാണ് തിരശ്ശീലയിട്ടിരിക്കുന്നത്. और उससे संबंधित है उस पर्दे ആ को डाला गया है। തിരശ്ശീലക്കകത്തേക്ക് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ കയറാൻ उस പറ്റൂ. पर्दे के मध्य में भी साल में एक बार ही प्रवेश പക്ഷേ मिलता നമ്മുടെ है। വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മരണത്തോടു കൂടെ और हमारे प्रभु यीशु मसीह की मृत्यु के സകല द्वारा മനുഷ്യന്റെ ഈ പാപത്തിന്റെ പരിഹാരമായി ഇകത്തിലേക്ക് അവതരിക്കപ്പെട്ട് നമ്മുടെ പാപത്തിന് വേണ്ടി മരണമേൽക്കപ്പെട്ട ക്രിസ്തുവിന്റെ മരണത്തിലൂടെ हमारे मसीह यीशु के मृत्यु के द्वारा, നട്ടുച്ചുവരിനെ ദൈവം ഇടിച്ചു കളഞ്ഞു. और वो दोपहर के समय में उस पर्दे को फाड़ दिया गया। അവിടെയാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ആലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിയോളം കീറിപ്പോയി. और वहाँ लिखा गया पर्दा नीचे ऊपर से लेकर नीचे तक फट गया। അപ്പോസ്തലൻ ഈ വെളിപ്പാട് ലഭിക്കപ്പെട്ടു. എന്താ ലഭിക്കപ്പെട്ട വെളിപ്പാടെന്നറിയാമോ? ഇനി നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എങ്ങനെ പ്രവേശിക്കാം? സകല ജനത്തിനും കൃപയോട് കൂടെ അവന്റെ അടുക്കലേക്ക് ചെല്ലാൻ ഉള്ള അനുവാദം നൽകി തന്നു. और प्रेरितों को प्रकाशन मिल गया कि सभी लोगों को जो परमेश्वर के वो उसमें प्रवेश कर सकते हैं। ഇനി ആണ്ടിലാക്കേണ്ട ആവശ്യമില്ല. साल में करने की ഇനി जरूरत കല तक ദൈവമക്കളും യേശുവിൽ വിശ്വസിക്കുന്ന സകലർക്കും അകത്തേക്ക് പ്രവേശനം ദൈവം കൊടുത്തു. सारी मानव जाति जो यीशु पे विश्वास कर सकता है वो अति पवित्र स्थल में प्रवेश कर सकता है। എങ്കിൽ ചിന്തിച്ചോണം, ഇന്ന് വസിക്കുന്നത് ദൈവം നമ്മുടെ तो ഹൃദയത്തിനകത്താണ്. ऐसा समझना अब है कि प्रभु हमारे हृदयों में वास അപ്പൊ करता है। ആലയത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കുന്ന പത്രോസ് യോഹന്നാനും मंदिर का महत्व जानने वाला ये पत्रस और यूहन्ना, 3 മണി നേരത്തെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേര സമയമാണ്. ആ സമയത്ത് അവർ ആലയത്തിലേക്ക് കടന്നു दोपहर के പോകുന്നു. बाद में तीसरे पहर जो होता है वो मंदिर में वे लोग आते हैं। എത്രയോ കാലങ്ങളായിട്ടിരിക്കുന്ന ഈ മനുഷ്യൻ कितना दिनों से बैठा हुआ है, सालों से बैठा मनुष्य, എഴുതിയിരിക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, वो शब्द जब हम पढ़ते हैं तो समझते ഇവനെ हैं ഇവിടെ കൊണ്ടിരിക്കുന്നത് പതിവായിരുന്നു. शायद उसको लाकर बिठाते हैं, उसको नियम है रोज। എന്ന് പറഞ്ഞാൽ ഇവനെ ആദ്യമായിട്ട് കൊണ്ടുവന്നതല്ല, शायद पहली बार नहीं है, ഇവനെ കാലങ്ങളായി ഇവിടെ കൊണ്ടിരുത്തുന്നതാണ്. सालों से शायद उसे बिठाते പക്ഷെ होंगे, അവനൊരു വിടുതലില്ല, पर उसको एक छुटकारा नहीं है, അവനൊരു സൗഖ്യമില്ല. उसको एक चंगाई नहीं അവൻ है। അന്നന്നത്തേക്കുള്ളത് മാത്രം
മാത്രം ആഗ്രഹിച്ച് കൈനീട്ടി ലഭിക്കുന്നത് കൊണ്ട് ആരൊക്കെയോ ചുമന്നുകൊണ്ട് പോകുന്നു. अपनी प्रतिदिन की मांग को पूरा कर कर वो शायद किसी के द्वारा चला പക്ഷേ जाता है. ആത്മനിറവ് പ്രാപിച്ചവന്റെ അധികാരം ചില മേഖലകളിൽ ചലിക്കാൻ തുടങ്ങും. आत्मा की भरपूरी वाला उस व्यक्ति की कुछ बातें कुछ ഇന്ന് क्षेत्र പകൽ में ഞാൻ चला. ദൈവമക്കളോട് ഞാൻ പറയാ, ആത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ പകരപ്പെട്ടാൽ വർഷങ്ങളായി നടക്കാത്ത വിഷയത്തെ നടത്താൻ ഈ ആത്മനിറവിന് കഴിയും. आत्मा की भरपूरी होने से जो बातें होगी नहीं सोचा है वो जरूर हो जाएगी. ഈ മുടന്തൻ ഭിക്ഷയെ ചോദിക്കുകയാണ്. ये लंगड़ा भिखारी भीख मांगता വലിയ है. പ്രതീക്ഷയോടെ അവരെ നോക്കുന്നു. बड़ी उम्मीद के साथ में उन्हें देखता है. അവര് എന്തെങ്കിലും അവന് നൽകുമോ എന്ന് ഒരു വലിയ പ്രതീക്ഷ അവനുണ്ട്. उसको एक आशा था कि शायद उनसे कुछ मिलेगा करके. അവര് പറയാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. पतरस कहता है चांदी और सोना तो मेरे पास नहीं. നീ ആഗ്രഹിക്കുന്ന, നീ ചോദിക്കുന്ന, നീ പ്രതീക്ഷിക്കുന്ന നിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ അവര് പറയാ, ഒന്നും തരാനില്ല वो ഞങ്ങൾക്ക്. समझे तेरा देखना और तेरा मांगना उस हिसाब से हमारे पास कुछ नहीं है. നീ बोला. പ്രതീക്ഷിക്കുന്നതൊന്നും ഞങ്ങൾക്ക് मैंने തരാനില്ല. आशा रखा या उम्मीद रखा नहीं है പക്ഷെ मेरे पास. നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് എനിക്ക് തരാനുണ്ട്. परंतु उम्मीद से परे हमारे पास एक है जो दे ഞാൻ सकते ഇന്ന് हैं. ദൈവമക്കളോട് ഞാൻ പറയാം, पर मैं आज आपसे कहता हूँ പരിശുദ്ധാത്മ നിറവുള്ളവനെ മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്തത് കൊടുക്കാൻ പറ്റും. पवित्र आत्मा की भरपूरी वाला अगर आपसे जो उम्मीद करता है उससे बढ़कर आप उन्हें कुछ दे सकते हैं. നമ്മളിലുള്ള ഈ അഭിഷേകം हमारे अंदर का अभिषेक നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തികൾക്ക് हमारे सामने आने वाले അവർ व्यक्तियों में പ്രതീക്ഷിക്കാത്തത് നമുക്ക് പകരാൻ പറ്റും. वो उम्मीद से परे हम उन्हें कुछ दे सकते हैं. അവർ പ്രതീക്ഷിക്കാത്തത് നമ്മളിലൂടെ വെളിപ്പെടും. वो उम्मीद नहीं कर सकते वैसी चीजें हमारे द्वारा അങ്ങനെ प्रकट ഒരു होगा. അധികാരം ഇവർ കൈമാറുക. ऐसा एक अधिकार वो देगा उन्हें. നമ്മോട് പറയാ, നീ ചിന്തിക്കുന്നത് പണമായിരിക്കാം, हो सकता है तू सोच रहा सोना चांदी നീ होगा. ചിന്തിക്കുന്നത് വെള്ളിയോ പൊന്നോ ഒക്കെയാ. तू शायद चांदी या सोना चाहता നീ होगा. ആഗ്രഹിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാ. हो सकता है तू एक समय का भोजन या उससे जुड़ी हुई बातें हो सकती है. ഇത് ഒരുപക്ഷെ ഇവനെ നിരാശനാക്കി കാണും. शायद ये बातें उसको निराश कर ഓ, दी हो. ഇവരൊന്നും തരുന്നില്ലല്ലോ, अरे बाबा ये तो कुछ नहीं दे रहा. ആരും ഇവര് എടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല, अरे ये तो कुछ उठा भी नहीं रहे. ആരും ഇവരുടെ ഒന്നുമില്ല. शायद इनके पास कुछ नहीं है. പക്ഷെ ഇവരുടെ ഉള്ളത് പണത്തെക്കാൾ വിലപിടിപ്പുള്ളതാ. पर उनके पास जो है पैसों से भी बढ़कर कुछ था. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, പണത്തെക്കാൾ വിലയുള്ള, मैं कहता हूँ पैसों से भी बढ़कर, ബന്ധങ്ങളെക്കാൾ വിലയുള്ള अपने संबंधों से भी ഒരു बढ़कर നല്ല അനുഭവമാ एक പരിശുദ്ധാത്മാവ്. अच्छा अनुभव पवित्र നീ आत्मा का ഇരുന്ന് है. പ്രാപിച്ച ഒരു ദൈവിക ബലം, आपने प्रार्थना करके നീ प्राप्त ഇരുന്ന് പ്രാപിച്ച ഒരു ദൈവിക അഭിഷേകം प्राप्त किया हुआ एक अभिषेक സകല സാധ്യതകൾക്കും അപ്പുറത്താണിത്. सारे अवस्थाओं से बढ़कर है वो. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, പണത്തെക്കാൾ വലിയതാ मेरे पास पैसों से भी बढ़कर ഞാൻ നിനക്ക് തരാം. मैं तुझे दूंगा. ഏതാണെന്നറിയാമോ? क्या है वो? സൗഖ്യം തരാം. चंगाई. അധികാരത്തോടൊരു കാര്യം പറഞ്ഞു, अधिकार से एक बात बोला. നീ വേഗം എഴുന്നേക്ക്, तू खड़ा हो എഴുന്നേറ്റ് നടക്ക്, और उठकर चल. എഴുന്നേറ്റ് നടക്ക് എന്ന് കൽപ്പിച്ചു. उसने आज्ञा दी उठकर चल. വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയോടെ कुछ मिलेगा उम्मीद करके അവൻ നോക്കിയതാ. वो शायद देखा है. പക്ഷെ ഇവനോട് പറയാണ്, पर उससे वो क्या कहते हैं? നീ എന്ത് ചെയ്യേ? तू क्या कर എഴുന്നേറ്റ് उठ നടക്കുക. चल. നടക്കുക എന്ന വാക്ക് ഒരു ചെറിയ വാക്കല്ലേ, चलना बोलना एक छोटा शब्द പക്ഷേ है. ചെറുതാണെങ്കിലും मैन അധികാരത്തിന്റെ വാക്കാത്. पर छोटा है तो भी वो अधिकार के ഇപ്പം शुमार है. അമ്മ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എന്നെ ബലപ്പെടുത്തിയ ഒരു കാര്യമാണ്. पिछले दिनों बोला हुआ ये बात मुझे बल दिया. നടക്കുക എന്ന് പറയുന്നത് ചെറിയ വാക്കാ, चलो बोले तो छोटा वो शब्द പക്ഷേ है. അതിന്റെ പവർ ഭയങ്കരമാണ്. पर उसका सामर्थ्य ज्यादा है. അത് അധികാരത്തോടെ പറഞ്ഞാൽ, वो अधिकार से बोलेंगे, അത് അധികാരത്തോടെ वो കൽപ്പിച്ചാൽ अधिकार से घोषणा ആ करेंगे. വാക്കിനൊരു വലിയ പവർ ഉണ്ട്. उस शब्दों में बड़ा सामर्थ्य എന്ന് है. പറഞ്ഞാൽ വർഷങ്ങളായി നിന്നെ ഇരുത്തിയെടുത്തു सालों से बैठाया वो स्थान से നടത്തുന്ന ഒരു അധികാരം. चलाने वाला एक നമ്മുടെ अधिकार है. പകലിലും അധികാരത്തിന്റെ ചില വാക്കുകൾ നമ്മുടെ അത്തരത്തിനകത്ത് വെളിപ്പെടട്ടെ. നടക്കുക. चलो ഇത് സാധാ വാക്കല്ല. ये साधारण शब्द ഞാൻ नहीं है. പറയാം, ഇത് രാജാവിന്റെ വാക്കാ. ये एक राजा का शब्द. രാജാവിന്റെ വാക്കിന് എവിടെയും എന്തുണ്ടെന്നറിയാമോ? അധികാരമുണ്ട്. और ये राजा का शब्द है और कहीं पे भी और राजा का शब्द में अधिकार होता है. മാത്രമല്ല അവന്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന ചുമ്മാതുള്ള വാക്കുമല്ല, और उसके जुबान से आने वाली बातें साधारण नहीं है. വചനത്തിന്റെ ഒരു പവറാ. और वचन का सामर्थ्य है. രാജാവിന്റെ വചനം ഉണ്ടോ राजा का शब्द है आपके അവിടെ पास. ശക്തി ഉണ്ട്. वहाँ सामर्थ्य है. രാജാവിന്റെ വചനം ഉണ്ടോ राजा का वचन है क्या? അവിടെ അധികാരം നടക്കും. वहाँ अधिकार അവിടെ होगा. അത്ഭുതങ്ങൾ നടക്കും. वहाँ चमत्कार
സഭാപ്രസംഗം ഒന്ന് വായിച്ചു നോക്കി. आप सभोपदेशक पढ़ सकते हैं। രാജാവിന്റെ കൽപ്പന ബലമുള്ളതാ. राजा का वचन में तो सामर्थ्य रहती നീ है। എന്ത് ചെയ്യുന്നെന്ന് ആരും അവനോട് എന്ത് ചെയ്യത്തില്ല. ആ വചനം ഒന്ന് അകത്തോട്ടൊന്ന് പിടിച്ചേ. मैन എന്റെ മേൽ പകരപ്പെട്ട അധികാരത്തിന്റെ വചനം രാജാവിന്റെയാ. मेरे ऊपर जो उंडेला के अधिकार है वो राजा के वचन। രാജാതി രാജാവിന്റെ വചനം എന്റെ നാവിലൂടെ പുറത്തു വരുന്നു. राजाधि राज का वचन है मेरे अंदर से प्रकट അങ്ങനെ हुआ। നടക്കുക എന്ന് പറഞ്ഞാൽ ആ രാജാവിന്റെ വാക്കിനെ എതിർക്കാൻ ഒരുത്തനും പറ്റുകയില്ല. उठ के चल बोले तो उस राजा के वचन को कोई टाल नहीं सकता। ഒരുത്തനും പറ്റുകയില്ലെന്ന്. किसी से नहीं होगा वो। ഇരുത്തിയെടുത്തുന്ന് ഇരുത്തിയ മണ്ണ് ചലിപ്പിക്കും. बैठे हुए जगह से उसको चला दिया। നമ്മളോട് പറയുന്ന വചനം രാജാവിന്റേതാ. क्योंकि हमें बोला गया शब्द जो है राजा का है। രാജാവിന്റെ വചനത്തിന് വലിയ പവറാണ്. राजा के वचन में बड़ा सामर्थ्य ഇന്ന് होता പല है। നമ്മുടെ നാവിലൂടെ ചുമ്മാതെ പറയല്ലത്. हमारे जुबान से हम नहीं बोल रहे। അഭിഷേകത്തോടെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, अभिषेक से अगर आपने बोला है, ആത്മനിറവോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, अभिषेक की भरपूरी से बोला है, നിയോഗത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, युक्ति के साथ बोला നിന്റെ है, तो വീടിന്റെ പരിസരത്ത് പോലും പിശാചി നിൽക്കുകയില്ല. आपके घर के आंगन में भी शैतान नहीं നിന്റെ रहेगा। കുടുംബത്തെ വലയ്ക്കുന്ന ഒരു ദുരാത്മാവ് വാഴാൻ ദൈവം സമ്മതിക്കുകയില്ല. आपके परिवार को तंग करने वाली कोई भी दुष्ट आत्मा वहां नहीं रहेगी। കാരണം നമ്മുടെ നാവിലെ വചനം എന്ന് പറയുന്ന ദൈവത്തിന്റെ അധികാരത്തിന്റെ വാക്ക്. क्योंकि हमारे जुबान पे जो वचन है परमेश्वर का अधिकार वाला അതുകൊണ്ട് है। പ്രവാചകൻ പറഞ്ഞ വെറുതെ എന്റെ അടികിലേക്ക് ഞാൻ പറഞ്ഞ വചനം തിരിച്ചു വരത്തില്ല. इसलिए भविष्यवक्ता कहता है बोला गया वचन बेकार होकर नहीं ഏത് आएगा वापस। കാര്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടോ, किस काम के लिए वचन भेजा, ഏത് കാര്യത്തിന് വേണ്ടി वचനം പുറപ്പെട്ടോ, किस वचन इस बात के लिए वचन गया, അത് സാധിക്കും, वो होगा, അത് നടക്കും. वो होगा। ഇന്ന് പകൽ വിശ്വസിച്ച आज ദൈവമക്കൾ, आप विश्वास करें। ഇനി സങ്കീർത്തനം കൂടെ ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 33:9. वचन संहिता 33:9। ത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന്. मैं कहता हूँ परमेश्वर के वचन में बदलाव नहीं होता। അത് കൃപയുള്ളവൻ ഏറ്റെടുത്ത അധികാരത്തോടെ പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല ദൈവമക്കളെ. അത് അങ്ങനെ തന്നെ സംഭവിക്കും. अनुग्रह वाला व्यक्ति उन वचनों को लेकर जैसे बोलेगा उसमें बदलाव नहीं, वैसा ही होगा। തലമുറകളെ നോക്കി നീ പറയാൻ തയ്യാറാകും. बच्चों को देखकर आप बोलने के लिए तैयार हो। കുടുംബത്തെ നോക്കി പറയാൻ തയ്യാറാകും. परिवार को देखकर बोलने के लिए ആ तैयार हो। അധികാരത്തോടെ കൽപ്പിക്കുക. वो अधिकार के साथ घोषणा करना, അതങ്ങനെ തന്നെ സംഭവിക്കും. वो वैसा ही हो जाएगा। സംഭവിക്കും ദൈവമക്കളെ. हो जाएगा प्रभु के लोगों। നടക്കുക എന്നൊരൊറ്റ പറച്ചില്ലേ. चलो करके एक शब्द। ഇവൻ ഇതുവരെ നടന്നിട്ടുണ്ടോ? क्या अभी तक वो चला था? നമുക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ടാ ഞാൻ വായിക്കാതെ. അമ്മൻ ഇതുവരെ അവൻ നടന്നിട്ടുണ്ടോ? क्या अभी तक वो चला था? സത്യത്തിൽ ഇവൻ വിചാരിച്ചാണ് പത്രോസ് എന്നെ പരിഹസിക്കുകയായിരിക്കും ये सोच रहा होगा शायद पतरस मेरा मजाक उड़ा रहा है। അല്ലേ? പത്രോസ് നീ എന്തോ വർത്താനം പറയുന്നത്? पतरस ये क्या बोल रहे हैं आप? ഞാൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. अभी तक तो मैं कभी चला नहीं हूँ। ഇന്ന് വരെ ഞാൻ നടന്നിട്ടില്ല. എന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ മുടന്തനാ. मैं माँ के गर्भ से ही लंगड़ा पैदा हुआ हूँ। എന്നെ പുറത്തു കൊണ്ടുവന്നതേ മുടന്തനായിട്ടാ. मैं जन्म हुआ लंगड़ाई के साथ ഇന്ന് में। വരെ ഞാൻ നടന്നിട്ടില്ല. अभी तक मैं चला नहीं हूँ। നീ എന്നെ കളിയാക്കുവാണോ? तू मेरा मजाक उड़ा रहा है। പക്ഷെ ഈ മനുഷ്യനെ എന്ത് ചെയ്യുന്നറിയോ? पर ये मनुष्य ने क्या किया? പത്രോസ് ചെയ്തത്, पतरस किया। പത്രോസിന് അറിയാം. കൈ കൊടുത്തു. पतरस जानता था, अपना हाथ दिया। ആത്മനിറവുള്ളവന്റെ ഒരു പ്രത്യേകതയാണ്. आत्मा की भरपूरी वाले की खासियत ये है। നടക്കുക എന്ന് പറഞ്ഞേച്ച് ഇട്ടേച്ച് പോവല്ല. चल बोलने के बाद में छोड़कर नहीं ഇതുവരെ गया। നടക്കാത്തവനെ अभी तक जो नहीं हुआ, ഇതുവരെ ആരും ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ आज तक ഇഷ്ടമില്ലാത്ത, कभी उसे कोई खड़ा नहीं किया, ഇതുവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ अभी താല്പര്യമില്ലാത്ത तक उसको कोई खड़ा करने का तात्पर्य ഇവനെ नहीं था। പത്രോസ് പറയാ, നീ എഴുന്നേക്ക, पतरस कहता है तू उठ, നീ നടക്ക. तू चल। കൈ കൊടുത്തു. हाथ दिया अपना। അഭിഷേകമുള്ളവൻ കൈ കൊടുത്തപ്പോഴത്തേന് अभिषेक वाला हाथ दिया तब അവനൊരു ആവേശം അകത്ത് വന്നു. तो उसके अंदर एक जोश എന്ന് अंदर आ പറഞ്ഞ गया। പരിശുദ്ധാത്മാവ് ഇവന്റെ ശരീരത്തെ മുഴുവൻ പാസ് ചെയ്തു. पवित्र आत्मा सामर्थ से उसके अंदर पास हो गया। ഞാൻ മനസ്സിലാക്കുന്നതാ, मैं ऐसा समझता ഈ हूँ। പത്രോസ് ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? पतरस क्या इससे पहले ये सब देखा? എത്രയോ കണ്ടിട്ടുണ്ടല്ലേ, എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. അതിൽ ഒരു സംഭവം ഞാൻ പറയാം. कितना बार देखा, मैं एक बात बताता हूँ। പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് കഠിന ചോരം. पतरस की जो सांस थी उसको बुखार हुआ था। എന്താ വീട്ടിലെ വിടുതല മതിയല്ലോ. वो खुद के घर का छुटकारा काफी है ना। ഭയങ്കര ജ്വരമാ, പനിയാ. बहुत ज्यादा बुखार। യേശു കർത്താവ് ചെന്നിട്ട് यीशु मसीह में पहुंचकर അവക്ക് കരം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. उसका हाथ देकर उसे खड़ा कर दिया। യേശു കരം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. यीशु ने हाथ बढ़ाया, उसे പത്രോസ് खड़ा പറഞ്ഞു, किया। ഇതെന്റെ വീട്ടിലെ അനുഭവമാ, ये मेरे घर का अनुभव है। ഇതെന്റെ पतरस വീട്ടിൽ कहता है, നടന്നിട്ടുണ്ട് ഇതുപോലെ. ऐसा मेरे
भवन में हुआ യേശു है। എന്റെ അമ്മായിയമ്മയ്ക്ക് കരം കൊടുത്തപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് यीशु പണിവിട്ട് मसीह जब मेरे सास को हाथ दिया तो ഇന്ന് खड़े പകൽ हो गए। ആത്മനിറവുള്ളവൻ ഈ പകൽ തിരിച്ചറിയ आत्मा की भरपूरी वाले आज നിന്റെ समझे। കരത്തിനൊരു അധികാരമുണ്ട്. आपके हाथ में अधिकार है क्या? നീ പറയുന്ന വാക്കിനൊരു അധികാരമുണ്ട്. आपके शब्दों में अधिकार है क्या? നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം ഇന്ന് പകൽ ചിലതിനെ ചലിപ്പിക്കുന്നതാ. आपके अंदर का अभिषेक कुछ लोगों को चला। യേശു കൈ കൊടുത്തെഴുന്നേൽപ്പിച്ചതുപോലെ यीशु ने जैसे हाथ बढ़ाकर उसे खड़ा किया। ആത്മസാന്നിധ്യം പ്രാപിച്ച പത്രോസും ആ സുന്ദരമെന്ന ദേവാലയ കോപുരത്തങ്ങൾ ഇരുന്നവരെ കരം കൊടുത്തെഴുന്നേൽപ്പിച്ചു. आत्मा की भरपूरी वाला वो पतरस देवालय के सामने बैठा हुआ उस व्यक्ति को हाथ पकड़कर खड़ा कर देता। പറയും കരം കൊടുത്തപ്പോൾ जब उसने हाथ दिया അവന്റെ ഉള്ളക്കാല് ഉറച്ചു. तो उसके टखनों में बल आ കരം गया। കൊടുത്തപ്പോൾ അവന്റെ കാലുകൾക്ക് ഒരു ചലനം സംഭവിക്കാൻ തുടങ്ങി. उसके पांव चलने लगे। ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസത്തോടെ ആത്മസാന്നിധ്യം പ്രാപിച്ച ദൈവമക്കൾ കരം കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ തയ്യാറാകട്ടെ. ചിലതിനെ इस उपवास प्रार्थना में आत्मा की भरपूरी वाले पाए हुए लोग हाथों को देकर लोगों को खड़ा कर रहे हैं। വിശ്വാസം കൈമോശം വരരുത്. विश्वास कभी खोने ना ഞാൻ पाए। പറയാം, ഇന്നലകളിലെ അനുഭവങ്ങളാണ് ഇന്ന് പ്രാപിക്കുന്ന അഭിഷേകത്താൽ നിന്നെ നിലനിർത്തുന്നത്. कल का अनुभव है आज जो अभिषेक आप प्राप्त कर रहे हैं। ഇന്നലകളിലെ അനുഭവങ്ങളാണ് നമ്മളെ ഇന്നിന്റെ അവസ്ഥയിൽ ചില അധികാരം കൈമാറുന്നത്. कल के अनुभव है आज की कुछ बातों में हमें अभिषेक का सामर्थ्य देते हैं। ക്ഷീണിക്കല്ലേ, थकना नहीं, തളരാൻ അനുവദിച്ചു कभी കൊടുക്കല്ലേ. थकित नहीं होना। ആർക്കും നമ്മളെ തളർത്താൻ പറ്റുകയില്ല. कोई भी हमें थकित नहीं कर ഞാൻ सकता। പറഞ്ഞില്ല, ഉലകത്തിൽ ഒരു വ്യക്തിക്ക് പോലും നമ്മളെ തളർത്താൻ പറ്റുകയില്ല. संसार का कोई भी क्यों ना हमें थकित नहीं कर सकता है। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ, पवित्र आत्मा परमेश्वर का हमारे अंदर है। ദൈവ സാന്നിധ്യത്താൽ നടക്കുന്ന ഒരു ദൈവ പൈതൽ, प्रभु की उपस्थिति में चलने वाले हैं। ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവ आत्मा പൈതൽ, के भरपूरी पाए हुए हैं। ആത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ദൈവ പൈതൽ. आत्मा को स्वतंत्रता देते हैं तो ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാ, നീ ആളും മാറും, ചില വിടുതൽ വെളിപ്പെട്ടു വരും. बदल जाएंगे और कुछ छुटकारे प्रकट होंगे। ആമേൻ. आमीन। പത്രോസ് പറഞ്ഞു നടക്കടാന്ന് പറഞ്ഞു. पतरस बोला तो चल। ക്ഷണത്തിൽ, ഉടനെ, तुरंत ही उस पल, പെട്ടെന്ന്, तुरंत, അല്ലേ? കുറെ കഴിഞ്ഞിട്ടല്ല. काफी देर बाद नहीं। വിശ്വസിക്കണം आप ദൈവമക്കളെ. विश्वास करें, ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ये 40 दिन का उपवास प्रार्थना പെട്ടെന്ന്, तुरंत, ഉടനെ, तुरंत, ക്ഷണത്തിൽ उसी क्षण ചില വിടുതൽ നടക്കട്ടെ. कुछ छुटकारे होने दे। അധികാരം കൈമാറാൻ अधिकार अपने बाटे। ആത്മനിറവുള്ള ഒരു ദൈവ പൈതലിന്റെ അവകാശമായി വിടുതലുകൾ आत्मा भरपूरी वाले का एक अधिकार है। നമ്മളെ പരിശുദ്ധാത്മ പരമേൽപ്പിച്ചിട്ടുള്ളതാ. पवित्र आत्मा ने हमें सौंपा है ये। നമ്മളെ പരിശുദ്ധാത്മാവ് പരമേൽപ്പിച്ചിട്ടുള്ള ചില അധികാരങ്ങളായി. पवित्र आत्मा ने हमें सौंपा हुआ कुछ अधिकार है ये सब। അപ്പോസ്തല പ്രവൃത്തി നമുക്കിത് പല സന്ദർഭങ്ങളിൽ കാണാൻ പറ്റി. ഈ പദത്തെ प्रेरित में कई बार इन वचनों को हमने देखा है। പ്രത്യേകിച്ച് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയ വൈദ്യനായ ലൂക്കോസാണ്. प्रेरितों की पुस्तक जो लिखा है, एक लूका जो डॉक्टर है उसने लिखा है। ഡോക്ടർ എഴുതിയത് കൊണ്ട് ये डॉक्टर लिखा है തന്റെ ചില പദങ്ങളൊക്കെ ഡോക്ടർമാരുടെ പദങ്ങളാ. और उसने कुछ वचनों के एक डॉक्टर होने के नाते लिखे वचन है। നടക്കുക എന്നത് ഒരു ഡോക്ടറിന്റെ പദവാ. चलो बोलना एक डॉक्टर के वचन। ക്ഷണത്തിൽ, उसी तुरंत, ഉടനെ, പെട്ടെന്നൊക്കെ ഉള്ളത് तुरंत, ഡോക്ടറിന്റെ പദവാ. ऐसे शब्द सब डॉक्टर के शब्द होते हैं। എഴുന്നേറ്റു, उठ गया वो, ഇതും ഡോക്ടറിന്റെ പദവാ. ये डॉक्टर के शब्द ഈ है। അപ്പോസ്തല പ്രവൃത്തി നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. प्रेरितों में बहुत जगह ऐसे देखने को അതല്ല मिलता നമ്മുടെ है। വിഷയം. वो नहीं है हमारा പക്ഷെ विषय। ഇന്ന് പകൽ ഞാൻ ഒരു ചെറിയ അറിവിന് വേണ്ടി പറഞ്ഞെന്നുള്ളത്, मैं एक രോഗിയെ സൗഖ്യമാക്കേണ്ട ഡോക്ടർ, रोगियों को चंगा करने वाला ആ डॉक्टर, ഡോക്ടറായി ലൂക്കോസ് പറയുന്നു, वो डॉक्टर बताता है लोगों को। വൈദ്യശാസ്ത്രത്തിന് പറ്റാത്തത് പരിശുദ്ധാത്മാവിന് ക്ഷണത്തിൽ, साइंस जो नहीं कर सकता है वो पवित्र आत्मा एक तुरंत करता है। പെട്ടെന്ന് സംഭവിച്ചു. उसी तुरंत करता ഞാൻ है। ദൈവമക്കളോട് പറയാം, പെട്ടെന്ന് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമുള്ള അവകാശമാണ്. तुरंत होने वाली बातें सिर्फ पवित्र आत्मा के द्वारा है। വചനത്തിന് മാത്രം സംഭവിക്കുന്ന ഒന്ന് പെട്ടെന്ന്, वचन के द्वारा होने वाली बातें तुरंत होती है। ക്ഷണത്തിൽ സൗഖ്യമായി. क्षण भर में चंगाई। ഇവൻ ചാടി എഴുന്നേറ്റു. അടുത്ത പദവാ, ചാടി എഴുന്നേറ്റു. वो खड़ा हो गया, കിലി നടന്നിട്ടില്ല. कभी नहीं चला उसने, ഒരിക്കൽ പോലും നടക്കാത്ത ഒരുത്തൻ कभी नहीं चला व्यक्ति എഴുന്നേൽക്കാനും നടക്കാനും അവനെ കൊണ്ട് കഴിഞ്ഞു. उठने
बैठना और चलना उससे हुआ। അങ്ങനെ അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ऐसे जब वो चलने लगा, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ തുള്ളിച്ചാടി, वो उछलता हुआ और അവൻ कूदता हुआ। സന്തോഷത്താൽ തുള്ളിച്ചാടിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. वह उछलकर खड़ा हो गया और चलने फिरने लगा और चलता और कूदकर परमेश्वर की स्तुति करता हुआ चला। ഇന്ന് പകൽ ദൈവമക്കൾ ഓർത്തോണം. എന്നിട്ട് ഇവരെ എങ്ങോട്ട് പോയെന്ന് അറിയാവോ? फिर ये कहाँ गए? പത്രോസിനോടും पत्रोस से യോഹന്നാനോടും കൂടെ ദേവാലയത്തിലേക്ക് പോയി. पत्रस और യോഹന്നാ के साथ में वो मंदिर में प्रवेश किया। ഇതാണ് ദൈവം തൊട്ടാൽ തൊട്ടവൻ ചെയ്യേണ്ട കാര്യം. ये जो प्रभु छूता है जिसे वो ऐसा करना है। ദൈവം സൗഖ്യമാക്കി കഴിഞ്ഞാൽ, परमेश्वर ने चंगाई दिया उसे, ദൈവം അത്ഭുതം തന്നു കഴിഞ്ഞാൽ, परमेश्वर चमत्कार किया നീ उसके നിന്റെ लिए। ഇഷ്ടത്തിന് പോകാനല്ല, ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവ മഹത്വത്തിനായി തീരണം. अब तो अपनी मर्जी से नहीं है, परमेश्वर के मंदिर है, परमेश्वर की महिमा करने जाना है। പലർക്കും സൗഖ്യം കിട്ടുമ്പോൾ പിന്നെ അവരെ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണത്തില്ല. और कई लोगों को चंगाई मिले तो ढूंढ के भी नहीं मिलते वो लोग। പിന്നെ അവർക്ക് ഈ അസുഖം വീണ്ടും വരണം, എന്നാലേ ശരിക്ക് മാനസാന്തരപ്പെട്ടു വരും. फिर से उनको बीमारी आने से सही तरीके से वो मन फिराकर मंचर ഞാൻ ദൈവമക്കളോട് പറയാം, നമുക്ക് കിട്ടിയ വിടുതൽ ഉറപ്പിക്കണം. हमारे को मिला वह छुटकारा दृढ़ करना। അത് ഉറപ്പിക്കുന്നത് എവിടാന്നറിയാവോ? वो दृढ़ कहाँ करना है? ദൈവത്തിന്റെ സന്നിധിയിലാണ്. परमेश्वर के उपस्थिति में। എത്ര പേര് കേൾക്കുന്നുണ്ട്? യേശു സൗഖ്യമാക്കിയ പലരും यीशु को चंगा किए कई लोग യേശുവിന്റെ പുറകെ അനുഗമിച്ചിട്ടുണ്ട്. वो परमेश्वर के पीछे വൃത്തിമായി നോക്ക്, അനുഗമിച്ചു. बर्तिमाई को देखो पीछे നീ ആ चला। ഗദരദേശത്തെ ഭൂതം പിടിച്ചവരെ സൗഖ്യമാക്കിയപ്പോൾ वो गदर देश के उस व्यक्ति को चंगा किया था, അവനും യേശുവിനെ അനുഗമിച്ചു. वो भी यीशु के पीछे चलने ഇനി लगा। ഭൂതം ബാധിച്ച് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവളെ സൗഖ്യമാക്കിയപ്പോൾ അവളും യേശുവിനെ ഉയർത്താൻ തുടങ്ങി. भूत पीड़ित वो स्त्री देखो तो उसको भी छुटकारा मिला तो वो यीशु के पीछे ഇനി चली। വേശ്യയായ ഒരു സ്ത്രീയെ കർത്താവ് അവിടെ പാപത്തെ ബോധ്യപ്പെടുത്തി മാനസാന്തരപ്പെടുത്തിയപ്പോൾ അവളും സുവിശേഷീകരിക്കാൻ തുടങ്ങി. एक वेश्या को देखो, उसको भी परमेश्वर ने उसका पाप बोध कराकर मन फिराया तो वो भी यीशु के पीछे चलने लगी। അപ്പൊ യേശു ആർക്കൊക്കെ സൗഖ്യം കിട്ടി അവരെല്ലാം യേശുവിനെ ഉയർത്തുന്നുണ്ട്. वो सब यीशु को महिमा करने लगे। നമ്മൾ വിചാരിക്കും എന്താ യേശുവിന്റെ പുറകെ ഇത്ര ആൾക്കാരെന്ന്. हम सोचते हैं यीशु के पीछे इतने लोग क्यों हैं? ഈ കാര്യം എന്നാന്നറിയാമോ? क्या है कारण? യേശുവിന്റെ പവർ ഒരു അധികാരത്തിന്റെ പവറാ. क्योंकि यीशु मसीह का सामर्थ्य का അത് अधिकार का രോഗിക്ക് സൗഖ്യമാ, वो रोगियों के लिए चंगाई है, സങ്കടപ്പെടുന്നവൻ ആശ്വാസമാ, दुखी लोगों के लिए आश्वासन है, വേദനിക്കപ്പെടുന്നവന് ബലവാ, और जो दर्द में है उसके लिए बल है, തള്ളിക്കളയുന്നവനെ ചേർത്ത് പിടിക്കുന്നതാ യേശു. ठुकराए हुए को खुदा अपना बना लेता है। അതുകൊണ്ട് യേശുവിന്റെ പുറകെ ആൾക്കാര്, इसलिए ही यीशु के पीछे लोग जाते हैं। വചനം നമ്മളെ പഠിപ്പിക്കുന്നത് वचन हमें सिखाता है യേശു എവിടെ കൂടിയിട്ടുണ്ടോ यीशु मसीह जहाँ भी इकट्ठा हुआ അവിടെ ഒരു കൂട്ടം ജനം കൂടിയിട്ടുണ്ട്. वहाँ पे बहुत सारी भीड़ इकट्ठा हुई, വലിയ ക്രൗഡാ യേശുവിന്റെ കൂടെ. बहुत बड़ी भीड़। നമ്മുടെയൊക്കെ പല പ്രിയപ്പെട്ടവർ ദേശാന്തരമായി ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുക. हमारे जो देश के लोग हैं बहुत दुख उठाने वाले लोग പക്ഷേ ഈ പകൽ ദൈവമക്കൾ മറക്കരുത്, യേശു ഉണ്ടോ, ആൾക്കാരുണ്ട്. आप समझना है यीशु जहाँ है वहाँ भीड़ है। വിടുതൽ കിട്ടിയവനെല്ലാം യേശുവിനെ അനുഗമിച്ചിട്ടുണ്ട്. जो भी छुटकारे पाए वो यीशु का पीछे चले। എന്നാൽ 10 കുഷ്ഠരോഗികൾ കർത്താവ് സൗഖ്യമാക്കി. पर उसके बदले 10 लोग कुष्ठ रोगियों को यीशु ने चंगा किया। നിങ്ങൾ ശ്രദ്ധിക്കണം, आप ध्यान दें, ഒരുത്തം മാത്രം വന്നു. सिर्फ एक व्यक्ति लौट कर आया, അങ്ങനെ എഴുതുന്നേ, ഒരുത്തം മാത്രം യേശുവിന്റെ അടുക്ക വന്നു. पर एक व्यक्ति लौट कर आया। യേശു ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? यीशु ने पूछा बाकी 9 कहाँ हैं? അവരവരുടെ പണിക്ക് പോയി. वो अपने अपने काम के लिए निकल ഇങ്ങനെയും ആൾക്കാരുണ്ട്. गए। ऐसे भी लोग हैं। ദൈവത്തിന് പരാതിയൊന്നുമില്ല. यीशु मसीह को कोई पराधी പിന്നെ സങ്കടം വരുമ്പോ നീ വന്നോളും, ഇവിടെ വിടുതലുള്ളൂ. नहीं, पता है वापस तू आएगा। യേശുവിലെ സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു സൗഖ്യമുള്ളൂ. क्योंकि यीशु मसीह में बने रहेंगे तो ही चंगाई है। ഒരു ഉറപ്പുള്ള ഒരു വിടുതൽ കിട്ടുന്ന ഒരു ഇടമുണ്ടെങ്കിൽ യേശുവിന്റെ അടുക്കലാ. दृढ़ता से मिलने वाली चंगाई है तो वो यीशु मसीह के पास ही है। അത് പത്രോസ് യോഹന്നാന് സൗഖ്യം കൊടുത്തപ്പോൾ ये पतरस और यूहन्ना इसको चंगाई दिया। യേശുവിന്റെ നാമം ചൊല്ലി പറഞ്ഞേ, वो यीशु के नाम से बोले, നീ യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്ക്, तो यीशु नासरी के नाम നീ से യേശുവിന്റെ നാമത്തിൽ നടക്ക്, यीशु नासरी के नाम से നീ चल, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റോ. यीशु के नाम से उठ। അപ്പൊ യേശുവിന്റെ നാമത്തിന്റെ പവർ വലുതാ. यीशु के नाम की सामर्थ्य बड़ी ഇത് है। വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. कीमत चुकाकर खरीदने വില वाला കൊടുത്ത് नहीं है। മേടിക്കാൻ നോക്കിയവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. कीमत चुकाकर खरीदने वाले वे सब पराजित हो चुके हैं। ദൈവമക്കളെ, ഇത് അനുഭവമാ. ये सब बोले तो अनुभव है, प्रिय लोगों। ഇതകത്തേറ്റെടുക്കുന്ന അനുഭവം. ये स्वीकार करने वाला अनुभव है। ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കാം, आशय को आशय से खड़ा
അനുഭവത്തെ ഒരുത്തന് ഖണ്ഡിക്കാൻ പറ്റുകയില്ല. अनुभव को कोई खंड ഈ ദൈവകൃപ പ്രാപിച്ച പത്രോസ് യോഹന്നാനും പെന്തക്കോസ്തുകാരനല്ല, അനുഭവമുള്ളവരാ. ये जो पतरस और यूहन्ना जो पेंतकोस्त के नहीं है, अनुभव वाले लोग പത്രോസ് പറഞ്ഞു നീ എഴുന്നേക്ക്. पतरस बोला तू उठ खड़ा हो. ഇന്ന് വരെ ചാടി എഴുന്നേക്കാത്തവൻ, अभी तक खड़ा नहीं हुआ व्यक्ति, ഇന്ന് വരെ എഴുന്നേക്കാൻ ശ്രമിക്കാത്തവൻ, अभी भी उसने कोशिश भी नहीं किया എന്തുകൊണ്ട് था. ശ്രമിക്കാഞ്ഞേ? क्यों कोशिश नहीं किया? അവനെ നാട്ടുകാരും വീട്ടുകാരും അവന്റെ അമ്മയടക്കം അവന്റെ അകത്തു കൊടി അമ്മയുടെ ഉദരത്തിൽ തന്നെ മുടന്തനാ. उसके माँ परिवार पड़ोस वाले सब ने एक ही बात उसे कह रखा, ये व्यवस्था कि तू लंगड़ा है. ഇന്ന് പകൽ സ്വർഗ്ഗം പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. स्वर्ग बोलता है एक बात मैं बताऊं. പറഞ്ഞു ഫലിപ്പിച്ചതും പറഞ്ഞു പിടിപ്പിച്ചതും പറഞ്ഞു സ്ഥാപിച്ചതുമായ ചില പാരമ്പര്യങ്ങൾ ചില കുടുംബത്തിനകത്ത് കെട്ട് അഴിയണമെന്ന്. कुछ बोलकर स्थापित किए वो परंपराओं को, कुछ बंधनों को परमेश्वर आज इसके भवनों से तोड़ नहीं पाए. പറഞ്ഞടിച്ചേൽപ്പിച്ചു വച്ചിരിക്കുക. आपके ऊपर थोप रखा है ചില वो सब. കുടുംബങ്ങളെ പറഞ്ഞടിച്ചേൽപ്പിക്കുക. परिवारों को ऊपर थोप ചില रखा है. തലമുറയെ പഠിപ്പിച്ചു कुछ വെച്ചേക്കുക. बच्चों को थोप रखा है ചില बातें. അടിച്ചേൽപ്പിക്കുകയാ. कुछ को थोप रखा നീ है बातें. മുടന്തനാ, तू लंगड़ा നീ है, നടക്കാൻ പറ്റുകയില്ല. चल नहीं सकता പക്ഷേ है. കൃപ പ്രാപിച്ചവൻ പറയുന്നു पर अनुग्रह प्राप्त हुआ നീ बोलता है നടക്ക്. तू चल. നടക്കാൻ നിനക്കൊക്കത്തില്ലെങ്കിൽ अगर तू नहीं चल കൃപ सकता तो പ്രാപിച്ചവന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. अनुग्रह प्राप्त किए हुए का हाथ तुझे उठा सकता. ചില പാരമ്പര്യങ്ങൾ നമ്മളെ അടച്ചു വെച്ചേക്കുക. कुछ परंपराएं हमें दबा ഇന്ന് പകൽ ഈ रखी है. വചനം കേൾക്കുന്നവരും ദൈവമക്കളും ശരിക്കും आज മനസ്സിലാക്കിക്കോ. वचन सुनने वाले देखने वाले समझे. ചിലത് പറഞ്ഞ് നമ്മുടെ മേൽ അങ്ങനെ സ്ഥാപിച്ചു വെച്ചേക്കുക. कुछ लोगों ने बोलकर इन बच्चों को हमारे ऊपर थोप നീ रखा है. ഒരിക്കലും ഗുണപ്പെടത്തില്ലെന്നും. तू कभी भी गुण नहीं എന്റെ होगा. തലമുറയ്ക്ക് വേണ്ടി പാസ്റ്റർ എത്ര ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നും നടക്കാൻ मेरे പോകുന്നില്ല. बच्चे के लिए मैंने कितना कुछ किया, कोई फायदा नहीं ഇന്ന് हुआ. രാത്രി പറഞ്ഞു വെച്ച ചില പാരമ്പര്യങ്ങൾ ഈ പകൽ കർത്താവിന്റെ സാന്നിധ്യത്തെ തകരട്ടെ. आज बोल रखे कुछ परंपराओं को आज टूट नहीं पाए. പറഞ്ഞു വെച്ച ചില പാരമ്പര്യത്തിന്റെ വാക്കുകൾ ഇന്ന് പകൽ സ്വർഗ്ഗം തകർക്കട്ടെ. और आज बोल रखे उस परंपरा के शब्दों को जी स्वर्ग तोड़ नहीं पाए. ഇവൻ അങ്ങനൊന്നും അല്ല. पर यहाँ ऐसा नहीं ഇവന്റെ മനസ്സിനകത്ത് ഒരുപക്ഷെ ഈ ഒരു ചിന്താഗതി കണ്ടേക്കാം. हो सकता है. इस व्यक्ति के अंदर ही मन में सोच होगा, ഞാൻ എങ്ങനെ എഴുന്നേക്കും? मैं कैसे खड़ा होऊंगा. പത്രോസ് കൈ കൊടുത്തു. पतरस ने हाथ बढ़ा दिया. ഇന്ന് പകൽ കൃപ പ്രാപിച്ചവന്റെ പ്രത്യേകത അത്. अनुग्रह प्राप्त किए हुए लोगों की खासियत ये है, തളർന്നവരെ കൈ കൊടുത്തോണം. जो थकित है उसको हाथ दे देना, ക്ഷീണിച്ചവന് കൈ കൊടുത്തോണം. श्रमित है उन पर हाथ दे കാര്യം നിന്റെ देना, മേൽ അഭിഷേകമുണ്ട്. क्योंकि आपके ऊपर अभिषेक നിന്റെ है. മേലെ അഭിഷേകമുള്ളൂ. आपके ऊपर अभिषेक है. ആത്മനിറവുള്ളവന്റെ പ്രത്യേകത അത്. आपकी भरपूरी वाले की ക്ഷീണിച്ചവനെ തള്ളിക്കളയണ്ട. कि तू एक को हटाए नहीं, തളർന്നിരിക്കുന്നവരെ വീണ്ടും തളർത്തണ്ട. तू एक को और श्रमित ना അവരെ करे. കരം കൊടുത്തെഴുന്നേൽപ്പിക്ക. उसको हाथ बढ़ाकर खड़ा करो. ദൈവത്തിന് പ്രയോജനപ്പെടാൻ പോവാ. परमेश्वर के लिए उपयोगी ചില बनाओ. കുടുംബങ്ങൾ ദൈവത്താൽ പ്രയോജനപ്പെടട്ടെ. परिवार है परमेश्वर के द्वारा ചില उपयोगी हो. തലമുറകൾ ചില പാരമ്പര്യം വിട്ട് എഴുന്നേക്കട്ടെ. ഇന്ന് कुछ परिवार है परंपराओं को छोड़कर उठकर खड़े होने दो. ഇവൻ തുള്ളിയും ചാടിയും वो സന്തോഷിച്ചു. उछलकर कूदकर आनंदित हुआ. ആലയത്തിനകത്തോട്ട് പോയി. मंदिर के अंदर പത്രോസ് प्रवेश किया. യോഹന്നാന്റെ കൂടെ ഇവനും പോവാ. पतरस और യോഹന്നാൻ के साथ वो जाता. നടക്കേണ്ടതാ. चलना है ദൈവത്തിന്റെ ശക്തിയാൽ ഇത് സംഭവിക്കേണ്ടതാ. और परमेश्वर के सामर्थ्य से ये होना है. എന്നാ തെളിവെന്നാ? इसका क्या है? ജനമുണ്ട്. भविष्यवाणी है ऐसा. മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും. लंगड़े जो है हिरण के समान उछल. ചുമ്മാ ഒന്നും ചാടിയതല്ല. ऐसे नहीं उन लोग ചുമ്മാ ഒന്നും എഴുന്നേറ്റതല്ല. ऐसे नहीं खड़ा हुआ. വെറുതെ ഒന്നും അഭിഷേകം വന്നതല്ല. बेकार में अभिषेक नहीं ഇതൊക്കെ आया. പ്രവചനത്തിന്റെ നിവർത്തികളാ. क्योंकि भविष्यवाणी की भरपूरी है वो. ദൈവത്തിന്റെ വചനം എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ परमेश्वर का बात में क्या क्या होना है, ഇതെല്ലാം പ്രവചന നിവർത്തികളാ. ये सब भविष्यवाणी है. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം यशायाह की पुस्तक 35 അധ്യായം 35वां अध्याय 6 വാക്യം. 6वां वचन. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. तब लंगड़ा हिरण की सी चौकड़ियां भरेगा. ഇത് പ്രവചനമാ. ये भविष्यवाणी है. കേൾക്കുന്നോ? ചുമ്മാതെ പോയി കൈ കൊടുത്തൊന്നുമല്ല. यूं ही जाकर उसने हाथ नहीं दिया था. അപ്പോ ഓർത്തു तब सोचा യെശയ്യാ പ്രവചനത്തിലെ പ്രവചനം. यशायाह भविष्यवाणी की പ്രവചനം ये एक भविष्यवाणी കിടപ്പുണ്ട്. वहां पे लिखा हुआ है. ചുമ്മാ ഒന്നും ചാടി എഴുന്നേറ്റല്ല. यूं ही वो उछल के नहीं खड़ा हुआ. അതുപോലല്ലേ സംഭവിച്ചേ? ऐसा ही तो हो गया. ഒന്ന് ഓർത്ത് നോക്കിയേ. ചാടാതെ उछले बगैर എഴുന്നേറ്റു. वो खड़ा हो गया. ഇവൻ എഴുന്നേറ്റു. उसने खड़ा हो गया. എഴുന്നേറ്റ് അങ്ങ് നടന്നു പോയാ പോരെ? वो तो चल के जाने से ഇവൻ എന്ത് ചെയ്തു?
തുള്ളിച്ചാടി. पर वो उछलने और कूदने लगा. ഇത് എഴുതി വെക്കണമെങ്കിൽ अगर ऐसा लिखा ആ है പ്രവചനത്തിന് നിവൃത്തിയല്ലേ? तो भविष्यवाणी की भरपूरी है ना ये. ഇന്ന് പകൽ നമ്മളോടുള്ള എത്രയോ പ്രവചനങ്ങൾ നിറവേറുന്നുണ്ടെന്നറിയോ? इतना भविष्यवाणी हमारे द्वारा पूर्ण हो रहा है. ദൈവമക്കളോട് ഞാൻ പറയും, ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ, आप सही तरीके से इन बच्चों को ഇതൊന്ന് समझे, ശരിക്കും ദൈവമക്കൾ തിരിച്ചറിഞ്ഞാൽ, आप सही तरीके से എന്റെ समझे, ഭവനത്തിനകത്ത് നടക്കുന്ന വിടുതലുകൾ പലതും ദൈവത്തിന്റെ പ്രവചനത്തിന് നിവൃത്തിയാ. मेरे घर में जो भरपूरियां हो रही है शायद वो भविष्यवाणी की पूर्ति हो. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളുടെ എല്ലാ കാര്യങ്ങളിലും ചില പ്രവചനത്തിന്റെ നിവർത്തി നടക്കുന്നുണ്ട്. यहाँ के उपवास प्रार्थना की बहुत सारी बातें जो भविष्यवाणी की पूर्ति हो रही ഇത് है. എത്ര പേര് ഇത് മനസ്സിലാക്കുന്ന എനിക്കറിയത്തില്ല. मुझे नहीं मालूम कितने लोग ये समझ पा रहे हैं. മനസ്സിലാക്കാൻ പറ്റുന്നവർ ആരാന്നറിയാമോ? जो कौन है ये समझ पाता है, പരിശുദ്ധാത്മ നിറവുള്ളവൻ, जो आत्मा की भरपूरी वाला, ആത്മ നിറവിൽ നടക്കുന്നവനാ. आत्मा की भरपूरी में സംഭവിച്ചത് ദേശം മുഴുവൻ അറിഞ്ഞു. जो भी वहाँ हुआ सारा देश जान. എന്തൊരു അത്ഭുതം! कितना बड़ा चमत्कार. ആലയത്തിനകത്ത് വരുന്ന സകല ആൾക്കാരും ഇവനെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. मंदिर में आने वाले सभी लोग उस भिखारी को देखे होंगे, ഇവന് ഭിക്ഷയം കൊടുത്തിട്ടുണ്ട്. उसको भीख भी दिया होगा. ആൾക്കാർ, ആലയത്തിലെ ആൾക്കാർ നോക്കുമ്പോൾ मंदिर के लोग जब देख रहे हैं ഒരുത്തൻ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുവാ. एक व्यक्ति इतना जोर से उछल रहा है, कूद रहा है, ഭയങ്കര ചാട്ടം. बहुत ज्यादा. എല്ലാവരും ശ്രദ്ധിച്ചേടാ, പതിവില്ലാത്ത ഒരു ചാട്ടം ആലയത്തിനകത്ത്. सब लोग देखते अरे कभी नहीं हुआ ऐसा, പതിവില്ലാത്ത ഒരു ഭയങ്കര ബഹളവും ചാട്ടവും ഒക്കെ ऐसा ഒരുത്തൻ. कभी नहीं हुआ. ऐसा एक उछलना कूदना यहाँ हो रहा है. ഇവൻ ആരാ? कौन है ये? എല്ലാരും ഇവനെ ശ്രദ്ധിച്ചു നോക്കുക. सब लोग उसको ध्यान दे. എവിടെ ഇരുന്നവനാ? ये कहाँ बैठा था? ആലയത്തിന്റെ മുന്നിൽ അമ്മ വല്ലതും തരണമെന്ന് പറഞ്ഞ് യാചിച്ചവനാ. मंदिर के सामने अम्मा कुछ दे करके भीख मांगता था. പക്ഷേ ആലയത്തേക്കാൾ വലിയവനായി ക്രിസ്തുവിന്റെ ശക്തി पर मंदिर से भी बड़ा है परमेश्वर का सामर्थ्य. ഒരുത്തന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ एक ऊपर प्रकट हुआ तो അവൻ ആളുമാറി. वो बदल गया. അവന്റെ നരിയാണി ഉറച്ചു. उसके टकरे बल അവന്റെ पाए. കാലുകൾക്ക് വ്യത്യാസം വന്നു उसके തുടങ്ങി. पाँव में बदलाव आया. ഇരുന്നവൻ ചാടി എഴുന്നേറ്റു. उछल के उठ ഈ गया. ആത്മാവിന്റെ നിറവ് ചലിച്ചു തുടങ്ങിയാൽ आत्मा की भरपूरी चलने നിന്റെ लगे तो ഭവനത്തിനകത്തും ചിലത് ചലിക്കപ്പെടും. आपके भवन में भी कुछ कार्य हो നിന്റെ കുടുംബത്തിനകത്ത് ചിലത് എഴുന്നേക്കും. आपके भवन में भी कुछ खड़े हो जाएंगे. എഴുന്നേക്കത്തില്ലെന്ന് പറയുന്ന ചിലതിന് എഴുന്നേൽപ്പിക്കാൻ ഈ ദൈവശക്തിക്ക് കഴിയും. ദൈവമക്കൾ, ये उठेगा नहीं, ये बोलने वालों के सामने खुदा का सामर्थ्य उसे उठाएगा. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാൻ आज തയ്യാറാണ്. आप विश्वास करें. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം मैं ഇടുക. अपने शब्दों को विराम देता നമുക്ക് हूं. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ हम കഴിയുമോ? खुदा से प्रार्थना करें. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ വന്നാൽ परमेश्वर पवित्र आत्मा की भरपूरी हम में ചില आए വിടുതലുകൾ तो സംഭവിക്കുക. कुछ छुटकारे हो. ോട് പറയാ, നടക്കുക. उससे कहता है, चल. ക്ഷണത്തിൽ വിടുതൽ സംഭവിച്ചു. तुरंत छुटकारा അവൻ हुआ. എഴുന്നേറ്റു. वो उठ गया. ദൈവത്തിന്റെ പ്രവചനത്തെ പോലെ परमेश्वर की भविष्यवाणी. അവൻ തുള്ളിച്ചാടി ദൈവത്തെ वो സ്തുതിച്ചു. उछल कर कूद कर खुदा की महिमा ഇവിടെ किया. ദൈവത്താൽ നടക്കുന്നത്, जो खुदा से होता है, ദൈവത്തിന്റെ കൃപയിൽ വെളിപ്പെടുന്നതൊന്നും परमेश्वर के में प्रकट होता है, ദൈവമക്കളെ പ്രവചനമില്ലാതെയല്ല. भविष्यवाणी के बगैर नहीं होता है. ഇന്നലകളിലെ ചില പ്രവചനങ്ങളാണ് ഇന്ന് कल നടക്കുന്നത്. की भविष्यवाणी आज पूरी होती है. ഇന്നലകളിലെ ചില പ്രവചനങ്ങൾ നിന്റെ വീടിനകത്ത് कल की നടക്കട്ടെ. भविष्यवाणी आज आपके भवनों में पूरी ഇന്നലകളിലെ होती है. പ്രവചനങ്ങൾ നിന്റെ തലമുറയിൽ कल സംഭവിക്കട്ടെ. की भविष्यवाणी आज आपके बच्चों में पूरा हो അതിനെ रहा है. ചില കാര്യങ്ങൾ പറഞ്ഞ് ചിലത് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ कुछ बातें बंधनों में डाल रखी ഇന്ന് है. ബന്ധനം പൊട്ടട്ടെ. आज बंधन टूटने ഇന്ന് पाए. ബന്ധനം തകരട്ടെ. आज बंधन टूटने पाए. യേശുവിന്റെ നാമത്തിൽ ചിലത് यीशु എഴുന്നേൽക്കട്ടെ. के नाम से कुछ खड़े हो जाए. യേശുവിന്റെ നാമത്തിൽ ചിലത് यीशु എഴുന്നേൽക്കട്ടെ. के नाम में कुछ